താൽക്കാലിക ജീവനക്കാർക്ക് 7 മാസമായി ശമ്പളം നൽകുന്നില്ലെന്ന ആരോപണത്തിൽ ഗുരുവായൂർ നഗരസഭാ കൗൺസിലിൽ ബഹളം. ശമ്പളം ലഭിക്കാത്തതിനെതിരെ താൽക്കാലിക തൊഴിലാളിയായ രാജു നഗരസഭ ഓഫീസിന് മുന്നിൽ നടത്തുന്ന സമരം പ്രതിപക്ഷ നേതാവ് KP ഉദയനാണ് കൗൺസിലിൽ ഉന്നയിച്ചത്. സെക്രട്ടറി ചെയർമാൻ ഒന്ന് ഇറങ്ങി കാണണം. 8 മാസമായിട്ട് ശമ്പളം കിട്ടാത്തൊരു തൊഴിലാളി നമ്മുടെ നഗരസഭയിലെ ഒരു പാവപ്പെട്ട തൊഴിലാളി തിരുവോണം പട്ടിണിയായിട്ടുള്ള ഓർമ്മയുമായി അവിടെ വന്നിരിക്കുന്നു. കാലത്ത് ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS മനോജും നഗരസഭ സെക്രട്ടറി എന്ത് കോലാഹലം കിട്ടിയാലും അങ്ങനെ തന്നെ പറയണം. കിട്ടിയ നിങ്ങൾ ഓണത്തിന് ഇവിടുത്തെ തൊഴിലാളികളെ വിളിച്ചിട്ട് ഇവിടുത്തെ ചില ചാനലിന് മുന്നിൽ ഇവിടെ കൊണ്ടു നിർത്തി KP പറഞ്ഞത് ശുദ്ധാസംബന്ധാണെന്ന് പറയിപ്പിച്ചു. എന്ത് പറഞ്ഞാലും ഈ ഇരിക്കുന്ന പല ജനപ്രതിനിധികളെയും കണ്ണീര് നൽകിയിട്ടുണ്ട് ചേർന്ന്. ശമ്പളം വൈകാനിടയായ സാഹചര്യം വിശദീകരിച്ച ചെയർമാൻ M. കൃഷ്ണദാസ് അവർക്ക് ഉടൻ ശമ്പളം ലഭിക്കുമെന്ന് പറഞ്ഞു. സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നും അദ്ദേഹം ആരോപിച്ചു. അവർക്ക് പണം കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ പൂർത്തിയായിട്ടു എന്ന് ഞാൻ മനസ്സിലാക്കിയോടത്തോളം ബില്ലായിട്ടുണ്ട്. നാളെ മറ്റന്നാളോ അത് ബാങ്കിലെത്തും. പക്ഷേ ഇത് നേരത്തെ ഇവരെ ജോലിക്ക് എടുക്കുമ്പോൾ തന്നെ ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ മാസാമാസം പണി കഴിഞ്ഞാൽ കൂലി കിട്ടുന്നതല്ല. ഇത് ഒരു പദ്ധതി പ്രവർത്തനമാണ്. നിങ്ങളെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിന്തുണയോട് കൂടിയിട്ടാണ് അദ്ദേഹം എന്റെ മൊത്തത്തിൽ പറഞ്ഞത്. ഞാൻ ഇന്ന് പ്രാർത്ഥിക്കാനാണ്. അതിന്റെ കൂടെയുള്ള 16 തൊഴിലാളികളിൽ 15 പേരും ഇങ്ങനൊരു കാര്യം ഉന്നയിക്കാതെ അയാൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ പറയും. പണിയെടുത്തവന് കാശ് തരാണ്ട് കേരളത്തിലുണ്ടായിരുന്ന ഒരു പത്രം കൂട്ടി ഈ കേരളത്തിൽ പണിയെടുത്തവന് കാശ് കൊടുക്കാണ്ട് പേരിപ്പിന്നെ കൊണ്ട് പറയിപ്പിക്കട്ടെ.